ഹായ് ഹലോ വെൽക്കം ബാക്ക് അജൂസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ് പരിചയപ്പെടുത്തുന്നത്. പാർട്ടിയിലൊക്കെ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് വേമസല്ലിയാണ്. ഇതേപോലെ വളരെ തിന്നായിട്ടുള്ള വേമസല്ലി തന്നെ ഇതിലേക്ക് എടുക്കാൻ നോക്കാം. ഇതിപ്പം റോസ്റ്റഡ് വേമസല്ലിയാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. നമുക്ക് ഇതേപോലെ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പം 500 ഗ്രാം അളവിൽ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതിലേക്കുള്ള ബട്ടർ ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ബട്ടർ തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ, വേറെ ഒന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. അപ്പം അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 100 ഗ്രാം അളവിലുള്ള അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഉപ്പില്ലാത്ത ബട്ടറിനെ ഇതിലേക്ക് എടുക്കാൻ നോക്കുക. ഇനി ഇത് കംപ്ലീറ്റ് ഞാൻ ഇതിലേക്ക് ഉരുക്കിയെടുത്തിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പകുതി ചേർത്തിട്ട് കൈവച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അങ്ങനെ ആകുമ്പോഴാണ് എല്ലാ ഭാഗത്തും നന്നായിട്ട് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ കൈവച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇതിപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ഒരു പാർട്ടിയൊക്കെ വരികയാണെങ്കിൽ വേഗത്തിലെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. കുറഞ്ഞ സമയം കൊണ്ട് വേഗത്തിൽ ചെയ്തെടുക്കാനും പറ്റും. ഇതെല്ലാം കൂടി ഞാനിപ്പോൾ ഇതാ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ഒരു അടിപൊളി ക്രീം തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് ഒരു പാക്കറ്റ് അളവിൽ തണുത്ത പാലൊഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് അരക്കപ്പ് അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഓൺ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമുക്കിങ്ങനെ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ തണുത്ത പാലിൽ തന്നെ ഇതേപോലെ കോൺഫ്ലോർ ചേർത്തിട്ട് തവി വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അതിൻ്റെ കട്ടകളും കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് നന്നായിട്ട് ജോയിൻ ആയതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാൻ വേണ്ടി. നമുക്കൊരു ക്രീം പോലെ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് കൈവെക്കാതെ തന്നെ ഇതേപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് എക്സ്ട്രാ ക്രീമും കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്, എന്നാൽ പോലും കുറച്ച് മധുരം കുറവായിരിക്കും. അതിനെക്കൊണ്ട് 1/4 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ കിട്ടണം. നല്ല ക്രീമി ആയിട്ട് ഇതേപോലെ കുറുകി വരണം. ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക, അല്ലാന്നുണ്ടെങ്കിൽ വേഗത്തിൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഇനി ആദ്യം തന്നെ ചേർക്കുന്നത് ക്രീം ചീസാണ്. 200 ഗ്രാം അളവിൽ നിന്നും 1/4 ഭാഗത്തോളം ക്രീം ചീസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു പുളിപ്പും മധുരമൊക്കെ ചേർന്നിട്ടുള്ളൊരു ക്രീമാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അത് ഇതിലോട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക. ഒരിളം ചൂടിൽ കിടന്നിട്ട് തന്നെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നോളും. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് അല്പം ഫ്രഷ് ക്രീമാണ്. ഏകദേശം ഒരു 1/4 കപ്പ് അളവിൽ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഫ്രഷ് ക്രീമും കൂടി ചേർക്കുമ്പോഴത്തേനും. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. എല്ലാം കൂടി ആ ഒരു ക്രീമുമായിട്ട് മിക്സ് ആവണം. നമ്മൾ തയ്യാറാക്കിയ ആ ഒരു പാലിൻ്റെ ഒരു മിക്സില്ലേ, അതുമായിട്ട് നന്നായിട്ട് ചേരണം. ഈ ഒരു സമയത്ത് നിങ്ങൾ മധുരവും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് ഇതെങ്ങനെയാണ് സെറ്റാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ സെറ്റ് ചെയ്യുന്നത് ഇതേപോലെ ചെറിയ ബൗളിലാണ് കേട്ടോ. അപ്പോൾ ഒരാൾക്ക് ഒരു വീതം എന്ന രീതിയിൽ ഇതേപോലെ ചെറിയ ബൗളിൽ നമുക്ക് സെർവ് ചെയ്യാം പാർട്ടിയിലൊക്കെ. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ സെർവ് ചെയ്യാം കേട്ടോ. വലിയൊരു ഗ്ലാസ് ട്രെയിൽ മൊത്തത്തിലിട്ട് അങ്ങനെ ചെയ്യാം. എന്നിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക, അങ്ങനെയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു രീതിക്ക് ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന വേമസല്ലി ഇതേപോലെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം മൊത്തത്തിലൊന്ന് ലെവലാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മീതെ ക്രീം വെച്ച് കൊടുക്കുക, വീണ്ടും വേമസല്ലി വെച്ച് കൊടുക്കുക. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യുക കേട്ടോ. ഇതിൽ നട്ട്സ് ഞാൻ പിസ്ത മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കശുവണ്ടിയോ ബദോ അതൊക്കെ ഇതിലേക്ക് എടുക്കാം. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു സ്പൂണ് വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് ലെവലാക്കി കൊടുക്കാം. എല്ലാം കൂടി ലെവലാക്കിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്നത് ക്രീം അതിൻ്റെ മീതെ വെച്ച് കൊടുക്കുക. ക്രീം നന്നായിട്ട് തന്നെ വെക്കണം കേട്ടോ. വേമസല്ലിയേക്കാളും കൂടുതൽ ക്രീം വെച്ച് കൊടുക്കുക. കാര്യം എന്നാൽ മാത്രം നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. എക്സ്ട്രാ നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് തന്നെ കംപ്ലീറ്റ് ഒന്ന് ലെവലാക്കി കൊടുക്കുക. വീണ്ടും ഇതിൻ്റെ മീതെ വേമസല്ലി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് കംപ്ലീറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാം.
അപ്പോൾ നമുക്കിങ്ങനെ ലെയറായിട്ട് കിട്ടും. ഇനിയിപ്പോൾ ഇതിലോട്ട് അല്പം പൊടിച്ച പിസ്തയും കൂടി സെൻറ്റർ ഭാഗത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഷുഗർ സിറപ്പ് ഇതിൻ്റെ മീതെ ഇങ്ങനെ ഒഴിച്ചിട്ട് അങ്ങനെയും കഴിക്കാം കേട്ടോ. അപ്പോൾ അതിന് ആവശ്യമൊന്നുമില്ല, നമ്മൾ ക്രീമിൽ തന്നെ അലിഞ്ഞങ്ങോട്ട് ചേർന്നോളും. അപ്പോൾ ഇത് ഈ ഒരു രീതിക്കാണ് ഞാൻ സെർവ് ചെയ്യുന്നത് കേട്ടോ. ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക. കാണാനും നല്ല ഭംഗിയില്ല, അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്, അലിഞ്ഞു പോകുന്ന ഒരു ഡെസേർട്ടാണ്. അപ്പം തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം നല്ല റെസിപ്പി ആയിട്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.